ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യയിൽ ആയുധ കയറ്റുമതി കുതിച്ചുയരുകയാണ്. ഇന്ത്യയുടെ ബ്രഹ്മോസും ആകാശുമെല്ലാം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ആയുധങ്ങളായി മാറിയിരിക്കുകയാണ്. ഇനി ഇന്ത്യയുടെ ആയുധ വ്യവസായം എങ്ങോട്ടാണ്? ഇന്ത്യയുടെ ആയുധ വ്യവസായം ഇനി മുതൽ ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമാകും. നമ്മുടെ വിദേശ നയത്തിൻ്റെയും ആയുധ നയത്തിൻ്റെയും ഭാഗമായി വലിയ മാറ്റങ്ങളാണ് ഈ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ഒരിക്കൽ പോലും ടെസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു ബ്രഹ്മാസ്ത്രമാണ് ബ്രഹ്മോസ് മിസൈൽ. ബ്രഹ്മോസിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ചൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ റിയൽ ബാറ്റിൽ ഫീൽഡ് അന്തരീക്ഷത്തിൽ ബ്രഹ്മോസ് ഉപയോഗിക്കപ്പെട്ടത് യുദ്ധത്തിൻ്റെ അവസാന നാളുകളിലാണ്. പാകിസ്ഥാൻ ആക്രമണം വലിയ തോതിൽ നടന്നപ്പോൾ പ്രത്യാക്രമണം എന്ന നിലയിൽ പാകിസ്ഥാൻ്റെ ലാഹോറിനടുത്തുള്ള കേന്ദ്രങ്ങളിലും ഇസ്ലാമാബാദിനടുത്ത കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പ്രത്യേകിച്ച് റാവൽപിണ്ടിയിൽ നടന്ന ആക്രമണങ്ങൾക്ക്, സൈനിക ആസ്ഥാനത്തിന് സമീപം നടന്ന ആക്രമണത്തിൽ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചതായി വൈകിയാണ് സ്ഥിരീകരണം ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ സൂപ്പർസോണിക് മിസൈലാണ്, ശബ്ദാതിവേഗമുള്ള മിസൈലാണ്, വളരെ താഴ്ന്നു പറക്കാൻ കഴിയുന്ന മിസൈലുമാണ് ബ്രഹ്മോസ് എന്ന് ഓർക്കണം. അപ്പോൾ തദ്ദേശീയമായി ഇന്ത്യയുടെ ചിന്ത കൂടിയുണ്ട്. റഷ്യയും ഇന്ത്യയും ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈൽ വലിയ രീതിയിലാണ് അതിന് ഡിമാൻഡ് വന്നിരിക്കുന്നത് വിദേശത്തു നിന്നും. കാരണം ഒരിക്കലെങ്കിലും യുദ്ധഭൂമിയിൽ ഉപയോഗിച്ച് മാറ്റ് തെളിയിച്ചെങ്കിൽ മാത്രമല്ലേ ഓർഡറുകൾ ലഭിക്കൂ. ഇപ്പോഴിതാ പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ, വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, ഇതൊക്കെയാണ് പൊട്ടൻഷ്യൽ ആയുധ വിപണി. അപ്പം അവിടെ നിന്നുമുള്ള അന്വേഷണങ്ങൾ വലിയ തോതിലുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയുടെ ആകാശ് മിസൈൽ, ആകാശാണ് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ കുന്തമുന. തീർച്ചയായിട്ടും നമ്മൾ S-400 കുറിച്ച് ഏറെ സംസാരിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും മറക്കുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈലാണ്. ഷാർപ്പ് പ്രിസിഷൻ മിസൈൽ സിസ്റ്റമാണ്. സർഫസ് ടു എയർ മിസൈൽ, വിമാനങ്ങളെയോ അല്ലെങ്കിൽ റോക്കറ്റുകളെയോ പ്രതിരോധിക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം. അതിനും വലിയ ഡിമാൻഡാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ആകാശങ്ങളെ സംരക്ഷിച്ച് നിർത്തിയത് ആകാശ് മിസൈലുകളാണ്. അപ്പം നമുക്കതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, നമുക്ക് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് എയർ ഡിഫൻസ് ഉണ്ടായിരുന്നു, പല തലങ്ങളിലാണ്. ആകാശം മാത്രമായിരുന്നില്ല, S-400 ഉൾപ്പെടെ മൾട്ടി റേഞ്ച്. അപ്പോൾ ആകാശങ്ങൾ സുരക്ഷിതമാണ്. അപ്പോൾ ഏത് രാജ്യവും ആഗ്രഹിക്കുന്നത്. S-400 തന്നെ റഷ്യയിൽ പരീക്ഷിച്ചപ്പോൾ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഉക്രൈനെതിരെ പരീക്ഷിച്ചപ്പോൾ. പക്ഷെ അത് പരിഹരിക്കാൻ ഒരു S-400 മാത്രമല്ല, സാറ് സൂചിപ്പിച്ചതുപോലെ പല ലെയറിൽ നിന്നാണ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം അല്ലേ? ഈ റഷ്യൻ എൻജിനീയേഴ്സ് അവർ തന്നെ വികസിപ്പിച്ചെടുത്ത, അവർ തന്നെ ട്രെയിൻ ചെയ്ത ആളുകൾ ഉപയോഗിച്ച S-400 ഒരു വ്യോമ പ്രതിരോധ കപ്പാസിറ്റി ഇപ്പോഴാണ് ശരിക്ക് ലോകത്തിന് പൂർണ്ണമായും ബോധ്യം വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ എൻജിനീയേഴ്സിൻ്റെ, നമ്മുടെ മിലിറ്ററി ഓപ്പറേഷണൽ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസ് ആൻഡ് എൻജിനീയേഴ്സ്, അവരുടെ കഴിവ് കൂടിയാണ്. അപ്പം ഫാസ്റ്റ് ലേണിംഗ് ഒരു സംവിധാനം നമുക്കുണ്ട്. അതുകൊണ്ട് വിദേശത്തു നിന്നും മിസൈലുകൾ ഇറക്കുമതി ചെയ്യുക എന്നത് മാത്രമല്ല പ്രധാനം, അത് ഉപയോഗിക്കാൻ തക്ക ഒരു വൈവിധ്യമുള്ള ടെക്നിക്കലി സ്കിൽഡ് ആളുകളെ ആവശ്യമുണ്ട്, പേഴ്സണൽ ആവശ്യമുണ്ട്. അതിൻ്റെ കൊണ്ട് എന്നതുകൂടിയാണ്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സൈനികർ, മിലിറ്ററി എൻജിനീയേഴ്സ് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് അവിടെ ടെക്നിക്കൽ ട്രെയിനിങ് കൊടുക്കാൻ ഉൾപ്പെടെയുള്ള സാധ്യതകളാണ് കാണുന്നത്. മറ്റ് ആർമികളുടെ, മറ്റ് സേനാ വിഭാഗങ്ങൾ, മറ്റ് രാജ്യങ്ങളുടെ സേനകളുടെ നവീകരണത്തിന് ഇന്ത്യൻ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ സപ്പോർട്ട് ഇൻക്ലൂഡിങ് വെപ്പൺറി, ഇതെല്ലാം ഒരു പാക്കേജായ രീതിയിൽ വരികയാണ്. അപ്പോൾ സ്പേസ് മാർക്കറ്റും എയർ മാർക്കറ്റും, എയർ ഡിഫൻസ് മാർക്കറ്റും വലിയ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ആകാശങ്ങളിൽ മേധാവിത്വം പുലർത്തുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഓൾറെഡി ഉള്ള അഗ്നി മിസൈലുകൾ, അഗ്നി 1000 കിലോമീറ്ററുള്ള അഗ്നി 1, 2, 2000 കിലോമീറ്റർ തെയർ അബൌട്ട്സ്, അഗ്നി 3, 4, 5 എന്ന് പറയുമ്പോൾ 5400 കിലോമീറ്റർ വരെ ഉള്ള ലക്ഷ്യങ്ങൾ തകർക്കാനുള്ള കപ്പാസിറ്റിയുള്ള ആണവ പോർമുനകൾ ഉൾപ്പെടെ വഹിക്കാൻ കഴിയുന്ന അഗ്നി മിസൈലുകൾ, ഇതെല്ലാം തന്നെ അതീവ പ്രിസിഷൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് വികസിപ്പിച്ചെടുത്തത്. ക്രയോജനിക് ടെക്നോളജിയുടെ ഒക്കെ പ്രസക്തി വരുന്നത് സാറ്റലൈറ്റ് ലോഞ്ചിങ് രംഗത്താണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു കോംപ്രിഹെൻസീവ് സ്പേസ് ആൻഡ് മിലിറ്ററി പ്രോഗ്രാമാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. സ്പേസിൽ ഒരു വൻ ശക്തിയാണ് ഭാരതം ഇപ്പോൾ, അല്ലേ? എസ്റ്റാബ്ലിഷ്ഡ് സ്പേസ് പവറാണ്. ചന്ദ്രയാൻ, മംഗൾയാൻ, ആദിത്യ L1 ദൗത്യങ്ങളൊക്കെ നമ്മൾ വിജയകരമായി പരീക്ഷിക്കാൻ കഴിഞ്ഞത്
റഷ്യ നമുക്ക് നൽകാമെന്ന് ഏറ്റ ക്രയോജനിക് സാങ്കേതിക വിദ്യ അത് അമേരിക്ക ഇടപെട്ട് തടഞ്ഞു വെച്ചു. ഏറെക്കാലം 20 വർഷത്തിന് ശേഷം നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അതിശീത സാങ്കേതിക വിദ്യ അതാണല്ലോ ക്രയോജനിക്. റീ എൻട്രി ആൻഡ് എക്സിറ്റ്, അത് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് തിരിച്ചെത്തുന്ന അതെല്ലാം സങ്കീർണമായ വിദ്യകളാണ്. ഇതെല്ലാം തന്നെ നമ്മൾ തദ്ദേശീയമായി കൂടി വികസിപ്പിച്ചെടുത്തത് കൊണ്ട് സ്പേസ് മാർക്കറ്റ്, അതായത് മറ്റ് രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളെ, ഉപഗ്രഹങ്ങളെ ലോഞ്ച് ചെയ്യാനുള്ള ഏറ്റവും ലാഭകരമായ സ്പേസ് ലോഞ്ച് വിപണി ആയി ഇന്ത്യ മാറുകയാണ്. അതോടൊപ്പം തന്നെ മിസൈൽ കച്ചവടവും പോകുമ്പോൾ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ വെല്ലുവിളിയാണ്. പാകിസ്ഥാൻ്റെ ഉൾപ്പെടെ 82% ആയുധങ്ങളും ചൈനയിൽ നിന്ന് വരികയാണ്. അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ചൈനയ്ക്കുള്ള ആയുധ വിപണിയിലെ മേധാവിത്വം കുറച്ചുകൊണ്ട് വരികയും ആ സ്ഥാനത്തേക്ക് ഇന്ത്യ എഫിഷ്യൻറ്റ് വെപ്പൺസ്, ഇപ്പോൾ ചൈനീസ് PL-15 ഉൾപ്പെടെ പരാജയപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ മിസൈൽ സംവിധാനത്തിന് പ്രത്യേകിച്ച് അതാണ് ഓഹരി വിപണി സൂചിപ്പിക്കുന്നത്. ഓഹരി വിപണിയിൽ കാണുന്ന കുതിച്ചു കയറ്റം ഇപ്പോൾ പിന്നെ സെൻസെക്സ് കുതിച്ചുയരുന്ന കാഴ്ചയാണ് കണ്ടത്. യുദ്ധം അവസാനിക്കുന്നു എന്ന സൂചന ലഭിച്ചു. അതുമാത്രമല്ല ആയുധ വിപണിയിൽ ഇപ്പോൾ ഡിഫൻസ് റിലേറ്റഡ് കമ്പനികൾ, ഡിഫൻസ് ഓർഡിനൻസ് ഫാക്ടറീസ്, ഡിഫൻസ് റിലേറ്റഡ് ടെക്നോ മാനുഫാക്ചറിങ് കമ്പനീസ്, അതിൻ്റെ എല്ലാ ഓഹരികൾക്ക് 5% മുതൽ 10% വരെ വിലക്കയറ്റമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. അതിനർത്ഥം ഇന്ത്യ ആ രംഗത്ത് ഇതുവരെ ആരും സാധ്യത അധികം കൽപ്പിക്കാതിരുന്ന ഒരു രംഗമാണ് ആയുധ വിപണി. നമ്മൾ വാങ്ങൽ നെറ്റ് ഇമ്പോർട്ടർ വെപ്പൺസ് എന്നതിൽ നിന്നും നെറ്റ് എക്സ്പോർട്ടർ ഓഫ് ആർസനൽ ആൻഡ് വെപ്പൺസ് ആൻഡ് മിസൈൽസ് ആൻഡ് റോക്കറ്റ്സ്, അതിലേക്ക് ഇന്ത്യ മാറുന്നു എന്ന് പറയുമ്പോൾ അത് അപ്രതീക്ഷിതമായ ഒരു വിപണി മുന്നേറ്റം അതിൻ്റെ പിന്നിലുണ്ട്. കാരണം സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ തെളിയിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ ഈ ആയുധങ്ങൾ കൊണ്ട്. ഇതിടയ്ക്ക് UP-യിലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഈ ബ്രഹ്മോസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പവർ എന്തെന്ന് പാകിസ്ഥാനോട് ചോദിച്ചാൽ പറഞ്ഞു തരുമെന്ന രീതിയിലാണ് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും പ്രസ്താവനകൾ വരുന്നത്. നമ്മൾ ഷോക്കേസിൽ വെച്ചാൽ അതിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ച് നമുക്കറിയില്ല. അപ്പോൾ നമുക്കൊരു മിസൈൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നോ റിപ്പബ്ലിക് ഡേയുടെ അന്നോ നമ്മൾ അഭിമാനപൂർവ്വം ലോകത്തിന് മുന്നിൽ കാണിക്കും. അത് കേവലം പുറംചട്ട മാത്രമാണ്. അതിൻ്റെ പ്രഹരശേഷി അറിയണമെങ്കിൽ യഥാർത്ഥ യുദ്ധ അന്തരീക്ഷത്തിൽ അത് പ്രയോഗിക്കണം. അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ അറിയണം. അതിൻ്റെ പ്രിസിഷൻ അറിയണം. എവിടെയെങ്കിലും പോയി വീഴുക എന്നതല്ല. അങ്ങനെയുള്ള മിസൈലുകൾ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ കൃത്യമായി ഗൈഡ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇടത്ത് അത് പതിക്കാൻ കഴിയുകയും കൊളാറ്ററൽ ഡാമേജ്, ചുറ്റുപാടുമുള്ള അനാവശ്യമായ ആൾനാശം ഒഴിവാക്കുകയും ചെയ്യുമ്പോഴാണ് മിസൈൽ കൃത്യത ഉണ്ടാകുന്നത്. ആ രീതിയിൽ പ്രഹരശേഷിയും കൃത്യതയും ഒരുപോലെയുള്ള മിസൈലാണ് നമ്മൾ പാകിസ്ഥാനെതിരെ പ്രയോഗിച്ച മിസൈലുകൾ. ആകാശ വ്യോമ പ്രതിരോധ സംവിധാനവും പാളിയിട്ടില്ല. ഒരൊറ്റ പാകിസ്ഥാൻ ഒബ്ജക്റ്റ് പോലും ഇന്ത്യയുടെ മണ്ണിൽ കാര്യമായ നാശം വിതച്ചിട്ടില്ല. എന്നുകൂടി ഓർക്കുമ്പോൾ നമ്മുടെ ഡിഫെൻസീവ് കേപ്പബിലിറ്റി ആൻഡ് ഒഫെൻസീവ് കേപ്പബിലിറ്റി ഒരുപോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു. ഡിസ്പ്ലേ ചെയ്തതിന് ശേഷമാണ് നമ്മളത് കച്ചവടത്തിന് വെക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഈ സാധനമുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം, അങ്ങനെയല്ല. ഞങ്ങളിത് പരീക്ഷിച്ചത് നിങ്ങൾ കണ്ടതാണ്, വേണമെങ്കിൽ വാങ്ങാം. അതാണ് ഇന്ത്യയുടെ പോളിസി. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ ആകാശം കീഴടക്കിയാൽ മാത്രമേ പുതിയ കാലത്ത് യുദ്ധം വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു തന്ത്രം ഇപ്പോൾ പൊതുവെ പറയുന്നുണ്ട്. അതിന് ഇന്ത്യക്ക് സാധിച്ചല്ലോ. അതുമായി ബന്ധപ്പെട്ട് അത് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഹിരാകാശ രംഗവുമായി ബന്ധപ്പെട്ട് ISROയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വളർച്ചയിലെ ഈ യുദ്ധമുഖത്തും കണ്ടത്. DRDO, ISRO ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാലഘട്ടത്തിലാണ്. കാരണം APJ അബ്ദുൽ കലാമൊക്കെ ഇന്ത്യയുടെ മിസൈൽ മാൻ അല്ലേ, ബഹിരാകാശ മിസൈൽ സാങ്കേതിക വിദ്യയുടെ ഒക്കെ വലിയ ഒരു പ്രയോജകൻ എന്ന നിലയിൽ APJ അബ്ദുൽ കലാമിൻ്റെ സ്വപ്നങ്ങൾ, അഗ്നിച്ചിറകുകൾ അല്ലേ, അതാണല്ലോ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്, വിങ്സ് ഓഫ് ഫയർ. ഈ അഗ്നിച്ചിറകുകൾക്ക് ജീവൻ വയ്ക്കുകയാണ്. അപ്പം APJ അബ്ദുൽ കലാം കാലയവനിക്കുള്ളിൽ മറഞ്ഞുവെങ്കിൽ പോലും അബ്ദുൽ കലാം തുടങ്ങി വെച്ച ഒരു തിയററ്റിക്കൽ പാരഡൈം, അതായത് ആകാശങ്ങൾ കീഴടക്കുന്നവന് മാത്രമേ കരയിലെ സുരക്ഷ ഉറപ്പുവരുത്താനാവൂ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു എയർ സുപ്പീരിയോറിറ്റി എന്നത് നമുക്ക് ക്ലെയിം ചെയ്യാവുന്ന, നമുക്ക് നിസ്സംശയം ലോകത്തിന് മുമ്പിൽ നമ്മൾ കാണിച്ചിരിക്കുന്നു. വി ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് എയർ സുപ്പീരിയോറിറ്റി എഗൻസ്റ്റ് പാകിസ്ഥാൻ. അതിനർത്ഥം നമ്മുടെ ആകാശങ്ങൾ സുരക്ഷിതമാണ്, അതിനർത്ഥം നമ്മുടെ ഭൂമിയും സുരക്ഷിതമാണ് എന്ന് തന്നെയാണ്. ആ ഒരു രീതി നോക്കുമ്പോൾ ആകാശ യുദ്ധങ്ങളിലാണ് ഇനിയുള്ള കാലത്തുള്ള യുദ്ധം മുഴുവൻ ആകാശത്താണ് നടക്കുന്നത്. കരയുദ്ധത്തിന് മുന്നോടിയായ പോരാട്ടം മാത്രമായിരുന്നു മുൻകാലങ്ങളിൽ ആകാശയുദ്ധം. ഇപ്പോൾ നോക്കൂ, ആകാശത്തു നിന്ന് മാത്രമാണ് ഇന്ത്യ ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അതും പാകിസ്ഥാൻ്റെ മണ്ണിൽ സൈന്യങ്ങൾ കടന്നു കയറാതെ, പാകിസ്ഥാൻ്റെ വ്യോമ മേഖലയിലേക്ക് ഇന്ത്യയുടെ വിമാനങ്ങൾ പ്രവേശിക്കാതെ ഇന്ത്യയുടെ വ്യോമ മേഖലയിൽ മാത്രം നിന്നുകൊണ്ട് മിസൈലുകൾ അയക്കുകയാണ്. അതാണ് റഫാൽ വിമാനങ്ങളുടെ പ്രത്യേകത. അതിർത്തിയിൽ പറന്നുകൊണ്ട്
ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ്റെ വിദൂര ലക്ഷ്യങ്ങളിലേക്ക് ഉൾപ്പെടെ മിസൈലുകൾ പായിക്കാനുള്ള കേപ്പബിലിറ്റി ഇന്ത്യ ആർജിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആകാശങ്ങൾ ഡെഫിനറ്റ്ലി ഇന്ത്യ ഡോമിനേറ്റ്സ് ദി സ്കൈസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.